ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 18 സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലത്തെ മെയ് 17 സാറ്റർഡേയിലെ കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ പടക്കളം സിനിമയാണ്. പടക്കളം സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 10 സാറ്റർഡേയിലെ കളക്ഷൻ നോക്കുവാണെങ്കിൽ ഇന്നലെ കേരള വന്നിരിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഒരു ഉയർന്ന ഡേ തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും പടക്കളത്തിൻ്റെ. ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേയിൽ 80 ലക്ഷം രൂപ കളക്ഷൻ വന്നിരിക്കുന്നു. ഇതൊരു വലിയ പോസിറ്റീവ് ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ദിവസം 1 കോടി രൂപ സിംഗിൾ ഡേ ഗ്രോസിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ കളക്ഷൻ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13 ലക്ഷവും ഓവർസീസിൽ നിന്ന് 10 ലക്ഷവും ഉൾപ്പെടെ 1 കോടി 3 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്നലെ മാത്രം. അപ്പോൾ പടക്കളം സിനിമ ഉറപ്പായിട്ടും ഒരു സൂപ്പർ ഹിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ടോട്ടൽ 10 ദിവസം കൊണ്ട് പടക്കളം സിനിമ കേരളത്തിൽ നിന്നും 5 കോടി 70 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 65 ലക്ഷവും ഓവർസീസിൽ നിന്നും 1 കോടി 45 ലക്ഷവും അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 7 കോടി 80 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡേ 9 ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഡേ 9-ൽ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്കും വളരെ മികച്ചൊരു ഹോൾഡ് തന്നെയാണുള്ളത്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നൊരു 1 crore റേഞ്ചിലേക്ക് സിംഗിൾ ഡേ എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 22 ലക്ഷവും ഓവർസീസിൽ നിന്നും $17,500, അതായത് ഏകദേശം 15 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ മാത്രം ഡേ 9-ൽ മാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി വേൾഡ് വൈഡ് 1 കോടി 27 ലക്ഷം രൂപയാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 9 ദിവസം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള 8 കോടി 49 ലക്ഷം രൂപ, അതായത് ഏകദേശം 8.5 കോടി കേരളത്തിൽ നിന്ന് മാത്രം 9 ദിവസം കൊണ്ട് വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ 1 കോടി 73 ലക്ഷം, ഓവർസീസ് 320K, അതായത് ഏകദേശം 2 കോടി 74 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വെറും 9 ദിവസം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി 12 കോടി 92 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 13 കോടി ആയിരിക്കുന്നു വെറും 9 ദിവസം കൊണ്ട്. അതിനുശേഷം ലാലേട്ടൻ്റെ തുടരും സിനിമ നോക്കുവാണെങ്കിൽ ഇപ്പോഴും വലിയ ഹോൾഡിൽ വലിയ ബ്ലോക്ക് ബസ്റ്ററായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡേ 23 കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള വന്നിരിക്കുന്നത് 1 കോടി 85 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇപ്പോഴും 1.5 കോടിക്ക് മുകളിൽ ഡെയിലി കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്നലെ വന്നിരിക്കുന്നത് മലയാളവും ബാക്കി എല്ലാ വേർഷനും തമിഴും എല്ലാം കൂടി ചേർത്തിട്ട് 15 ലക്ഷമാണ്. ഓവർസീസിൽ നിന്നും $1,16,000, അതായത് ഏകദേശം 1 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ മാത്രം ഡേ 23-ൽ മാത്രം വേൾഡ് വൈഡ് 3 കോടിയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴും 3 കോടി റേഞ്ച് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ടോട്ടൽ 23 ദിവസത്തെ കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള വന്നിരിക്കുന്നത് 106 കോടി 97 ലക്ഷം രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് 107 കോടി എത്തിയിരിക്കുന്നു. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ 18 കോടി 94 ലക്ഷം രൂപയാണ്. അതായത് അവിടെയും അറൗണ്ട് 19 കോടി ആയിരിക്കുന്നു. ഓവർസീസ് 10.84 മില്യൺ, അതായത് ഏകദേശം 92 കോടി 80 ലക്ഷം, അറൗണ്ട് 93 കോടി രൂപ ഓവർസീസിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വെറും 23 ദിവസം കൊണ്ട് 218 കോടി രൂപ 71 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 220 കോടി ഇന്നുകൊണ്ടെത്തും. അപ്പം എന്തായാലും ഒരു 225 കോടിക്ക് മുകളിൽ ഇതിൻ്റെ ഫൈനൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ ഇതേ സമയത്ത് ഇതേ സിനിമകളുടെ ഇന്നത്തെ കളക്ഷനുമായിട്ട് നമുക്ക് കാണാം.